ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. ഇന്ന് ഡിസംബർ 8 പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ സഭ ആഘോഷിക്കുന്നു. എന്താണ് ഈ അമലോത്ഭവം? പരിശുദ്ധ അമ്മ ജന്മപാപത്തിൻ്റെ കറകളിൽ നിന്ന് ദൈവത്തിൻ്റെ വിശേഷ കൃപയാൽ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ള സത്യമാണ്. 9-ാം പീയൂസ് മാർപ്പാപ്പയാണ് ഈ വിശ്വാസ സത്യത്തെ അവർണ്ണനീയനായ ദൈവം എന്ന തൻ്റെ തിരുവെഴുത്ത് വഴി അംഗീകരിച്ചത്. പരിശുദ്ധ അമ്മയെ ദൈവം കാത്തു സുരക്ഷിച്ചു. എല്ലാ മനുഷ്യരും ജന്മഭാവത്തോടെയാണ് ജനിക്കുന്നത്. എന്നാൽ ഈ പാപക്കറ, ആത്മാവിൻ്റെ ഈ കറയിൽ നിന്ന് ദൈവം തൻ്റെ വിശേഷമായ കൃപയാൽ അവളെ കാത്തു പരിപാലിച്ചു. അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതകളെല്ലാം കടമെടുത്ത് മറിയത്തെ ദൈവം സംരക്ഷിച്ചു. വലിയ സത്യമാണ് ഞാൻ ഉദ്ഘോഷിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇതുപോലെ പാപാവസ്ഥയിൽ നിന്നും തിന്മയിൽ നിന്നുമെല്ലാം ദൈവം നമ്മെ കാത്തു രക്ഷിക്കുന്നുണ്ട്. എത്രയോ പാപങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എത്രയോ തിന്മ നമ്മിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ഇതിനെല്ലാം കാരണം ദൈവമാണ്. നാം ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ആത്മീയമായ ഒരു അഹങ്കാരം ചില വ്യക്തികൾക്കുണ്ടാകാം. എൻ്റെ പ്രാർത്ഥന മൂലം, എൻ്റെ പരിത്യാഗ പ്രവൃത്തികൾ മൂലം, എൻ്റെ ഉപവാസം മൂലം, എൻ്റെ ഭക്തി വിശ്വാസവും എൻ്റെ വിശുദ്ധമായ ജീവിതവും മൂലമാണ് എനിക്കിതെല്ലാം സാധ്യമാകുന്നത് എന്നുള്ള ഒരു അഹങ്കാര ചിന്ത ചിലപ്പോഴെല്ലാം ചിലരുടെ മനസ്സിലുണ്ടാകാം. എന്നാൽ വാസ്തവം അതല്ല. ദൈവം സംരക്ഷിക്കുന്നു. ദൈവം നമ്മെ പാപത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു, പിശാചിൽ നിന്ന് സംരക്ഷിക്കുന്നു. ലോകത്തിൻ്റെതായ തിന്മയുടേതായ എല്ലാ അരുപ്പുകളിൽ നിന്നും ദൈവത്തിന് നമ്മെ കാത്തു രക്ഷിക്കുവാൻ സാധിക്കും എന്നുള്ള ആ വലിയ ബോധ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാം. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.